4 മണിക്കൂറിലേറെ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. 288 അംഗങ്ങളാണ് ബില്ലിനെ പിന്തുണച്ചത്. 232 അംഗങ്ങൾ ബില്ലിനെ എതിർത്തു. ബിൽ ഇന്ന് രാജ്യസഭയിൽ 8 മണിക്കൂർ ചർച്ച ചെയ്യും. വിപ്പ് നൽകിയിട്ടും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെത്തി വോട്ട് ചെയ്യാത്തതും രാഹുൽ സഭയിൽ ബില്ലിനെ എതിർത്ത് സംസാരിക്കാത്തതും ചർച്ചയാവുന്നുണ്ട്. അതേസമയം വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് സ്വാഗതം ചെയ്ത് മുനമ്പം പ്രദേശവാസികൾ. പടക്കം പൊട്ടിച്ച് ആഘോഷത്തിലാണ് മുനമ്പം സമരസമിതി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാലും മുനമ്പത്ത് നിന്ന് ഷീന മാർട്ടിനും ചേരുന്നുണ്ട്. ശരത്ലാലിലേക്ക് ആദ്യം. ശരത്ത്, ഇന്നലെ ഏറെ വൈകിയാണ്, അല്ലെങ്കിൽ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ പുലർച്ചെയോടെയാണ് എന്ന് തന്നെ പറയാം, ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കി എടുക്കുന്നത്. അവിടെ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ വിവരങ്ങൾക്കപ്പുറത്ത് രണ്ടാമത് ഈ ചർച്ചയാവുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ടല്ലോ. ഒന്ന്, പ്രിയങ്കയുടെ അസാന്നിധ്യം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതൊക്കെ. ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ശക്തമായി സ്വീകരിക്കണം പ്രതിപക്ഷം എന്നത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നും അതിൽ തന്ത്രപരമായ ഒരു നിലപാട് ഏറ്റവും ഒടുവിൽ അവർ സ്വീകരിച്ചു എന്നും വേണ്ടേ കരുതാൻ? അർഷൻ പറഞ്ഞ അതാണ് അതിലെ കാരണം. സഭയെ എങ്ങനെയാണ്, വയനാട് പോലുള്ള മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ്. ഈ സമയത്ത് വയനാട്ടിലിരിക്കുന്ന വയനാട്ടിൻ്റെ എം പിയും മുൻ എം പി ആയ പ്രിയങ്ക ഗാന്ധി, മുൻ എം പി ആയ രാഹുൽ ഗാന്ധി, ഇവർ ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല. അത് വഖഫ് ഭേദഗതിക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുത്തില്ല എന്നതാണ് വിഷയം. അതുമാത്രവുമല്ല, വിപ്പ് നൽകിയിരുന്നു. കൊടിക്കുന്നിൽ സുരേഷാണ് ചീഫ് വിപ്പ്. 3 ലൈൻ വിപ്പ് നൽകിയിരുന്നു. എല്ലാ കോൺഗ്രസ് അംഗങ്ങളും, കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അംഗങ്ങൾ മുഴുവൻ തന്നെ വോട്ടെടുപ്പിനെത്തണം, വോട്ട് ഭേദഗതിയെ വോട്ട് ചെയ്യണമെന്ന വളരെ വ്യക്തമായ കർക്കശമായ 3 ലൈൻ വിപ്പ് നൽകിയിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധി സഭയിലെത്തിയില്ല. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയാട്ടെ സഭയിൽ അല്പസമയം മാത്രമാണ് ചെലവഴിച്ചത്. സഭയിൽ കെ സി വേണുഗോപാലും ഈ അടക്കം സംസാരിക്കുമ്പോൾ പോലും ഒരു പ്രശ്നത്തിൽ പോലും ഇടപെട്ടില്ല എന്നതാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എം പിമാർക്കുള്ള വളരെ ഒരു അതൃപ്തി തന്നെ. അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും രഹസ്യമായിട്ട് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാക്കി എന്നതാണ് മുസ്ലിം ലീഗ് ടി മുഹമ്മദ് ബഷീറിൻ്റെയും അതേപോലെ തന്നെ ആരിസ് ബീരാൻ്റെയും ഒക്കെ നിലപാട്. അതുകൂടെ അബ്ദുൽ സമദാനി അല്പം കൂടി കടന്നു പറയുകയുണ്ടായി. കാരണം നമുക്ക് പുറത്തേക്ക് പോകേണ്ടതാണ്, അല്ലെ നമുക്ക് പുറത്ത് ശ്രമിക്കണം, നമുക്കും ജനങ്ങളെടുത്ത് പോകണം. ഹർഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് വേണം. നാളെ കേരള രാഷ്ട്രീയത്തിൽ പ്രിയങ്കയുടെ അസാന്നിധ്യവും രാഹുൽ ഗാന്ധിയുടെ ഭേദഗതിക്കെതിരെ പ്രസംഗിക്കാത്തതും വളരെ വലിയ വിഷയമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. CPM തന്നെ ഇതെടുത്ത് മുന്നോട്ട് വരാനുള്ള സാധ്യത ഏറെയുണ്ട്. കാരണം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാതെ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ വേണ്ടി മാത്രം രാധാകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണൻ കോൺഫറൻസ് പങ്കെടുക്കാതെ ഡൽഹിയിലേക്ക് തിരിച്ചു വന്നിട്ട് സഭയിൽ ഇടപെട്ടു. ഇതൊക്കെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വഖഫിനെതിരെ ബില്ലിനെതിരെ സഭയിൽ പ്രസംഗിച്ചില്ല, പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് മുഖം പോലും കാണിച്ചില്ല എന്ന ചോദ്യമാണ് ഇതിൽ വളരെ പ്രയാസമുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഫ്രാൻസിസ് ജോർജിനാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഈ നിലപാട് വ്യക്തമാക്കണം. കടുത്ത UDF സമ്മർദ്ദത്തിൽ വഖഫ് ഭേദഗതിയെ എതിർത്തുകൊണ്ട് അദ്ദേഹം പാർലമെന്റിൽ ലോക്സഭയിൽ സംസാരിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വ്യക്തമായി അതാണ് കർഷൻ ഇതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ. ഇപ്പോൾ രാജ്യസഭയിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ബില്ല് ചർച്ചകളിൽ ആരെല്ലാമാണ് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ സാധ്യതയുള്ളത് എന്നത് സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുൻപ് ഇപ്പോൾ മുനമ്പത്തേക്ക് പോകാം. ഷീന അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഷീന, മുനമ്പം പ്രദേശവാസികൾ ഈ ഒരു ബില്ല് പാസ്സാവുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എന്നാണ് തോന്നുന്നത്. അതെങ്ങനെയാണ് എന്നവർക്ക് ബോധ്യമായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഹർഷൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾക്ക് പരിഹാരം ലഭിക്കും, അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ അതേസമയം ഇത് രാജ്യസഭയിലും കൂടി അവതരിപ്പിച്ച് ഒരു നിയമമായി തന്നെ വന്നാൽ മാത്രമേ അവർ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങൂ എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ്. അതായത് ഇനിയും അതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ സമരം 173-ാം ദിവസത്തിലേക്ക് ഈ മുനമ്പം സമരം ഇവിടെ കടന്നിരിക്കുകയാണ്. സമരം ഇപ്പോഴും ഇവിടെ സമരപന്തൽ ഇപ്പോഴും സജീവമായി തന്നെ തുടരുകയാണ്. സന്തോഷമുണ്ട്. ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ പകുതി ആശ്വാസം ഞങ്ങൾക്ക് ലഭിച്ചു. അത് ആ ബില്ല് ഞങ്ങളുടെ തലമുറകൾക്ക് കൂടി നന്നായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള സന്തോഷം.
ആ ബില്ലിനെ അനുകൂലിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിന്ന എല്ലാവരോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇനി മേലിലും ഞങ്ങൾ എൻ്റെ വീട്ടിൽ 6 വോട്ട് ഞങ്ങൾക്കുണ്ട്. അത് എപ്പോഴും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ ഗവൺമെൻറ്റിൽ തന്നെ ആയിരിക്കും എന്നുള്ള പൂർണ്ണ നിശ്ചയം ഞങ്ങൾക്കുണ്ട്. അതുപോലെ ഞങ്ങളുടെ തലമുറകൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ദേശത്തും ഈ വഖഫ് എന്ന കൊടുവാള് നീക്കി തന്നതിനായിട്ട് ഞങ്ങൾ ആ പാർട്ടിയോട് വളരെ പ്രധാനമന്ത്രിയോടും ആ പാർട്ടിയോടും വളരെ നന്ദിയുള്ളവരാണ്. നന്ദിയുണ്ട്, സന്തോഷമുണ്ട് എന്ന് അറിയിക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിയോടും അതേപോലെ തന്നെ കേന്ദ്രത്തോടുമാണ് BJP സർക്കാരിനോടുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവർ നന്ദി അറിയിക്കുന്നത്. അതായത് ഇന്നലെ നമ്മൾ രാത്രി ഈ സംഭവം ബില്ല് പാസ്സായ ഘട്ടത്തിലും അവിടെ ആഹ്ലാദ പ്രകടനത്തിനുമൊക്കെ സാക്ഷ്യം വഹിച്ചതാണ്. പക്ഷെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നതിൻ്റെ വ്യക്തതയിലേക്ക് ഈ ബില്ല് പാസ്സാവുന്നതിലൂടെ തന്നെ എത്തുമോ എന്ന കാര്യം ഇനി കണ്ടറിയേണ്ട കാര്യമാണ്, കാത്തിരിക്കേണ്ട കാര്യമാണ്. ഷീനയാണ് മുനമ്പത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശരത്തിലേക്ക് ഒരിക്കൽ കൂടി. ശരത്ത്, ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് ബില്ലെത്തുന്നു. എങ്ങനെയായിരിക്കും അവിടെ ചർച്ച? കേരളത്തിൽ നിന്ന് ആരെല്ലാമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, മല്ലികാർജ്ജുന ഖാർഗെ ആയിരിക്കും പ്രതിപക്ഷത്തിൽ നിന്ന് സഭയിൽ ബില്ലിനെ എതിർക്കുക. അദ്ദേഹത്തിനെതിരെ ഇന്നലെ ലോക്സഭയിൽ ഒരു വിമർശനമായിരുന്നു. വഖഫ് സ്വത്ത് കൈയടക്കിയ വ്യക്തിയാണ് മല്ലികാർജ്ജുന ഖാർഗെ എന്നായിരുന്നു. എന്നാൽ സഭയില്ലാത്ത ഒരാളെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ പാടില്ല എന്ന് അനുരാഗ് താക്കൂറിന് സ്പീക്കർ ശാസന നൽകിയിരുന്നു. എന്നാൽ ഇതടക്കമുള്ള വിഷയങ്ങൾ രാജ്യസഭയിൽ ഇന്ന് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള CPM-ൻ്റെ ചർച്ച നയിക്കുന്നത് ജോൺ ബ്രിട്ടാസ് MP ആണ്. CPI-യുടേത് സന്തോഷ് കുമാറാണ്. അതേപോലെ ജബി മേത്തറും ചർച്ചയിൽ പങ്കെടുത്ത് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കും. ഏതായാലും ലീഗിൽ നിന്ന് ആരിസ് ബേരാനോ അബ്ദുൾ വഹാബോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അബ്ദുൾ വഹാബ് ആയിരിക്കും സംസാരിക്കാനുള്ള സാധ്യത ഏറെ രാജ്യസഭയിൽ. ഏതായാലും സമയം ലഭിക്കുകയാണ് രണ്ടുപേരും ലീഗിനെ പ്രതിനിധിച്ച് സംസാരിക്കുമെന്നാണ് അറിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ജോസ് കെ മാണി ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് വളരെ പ്രാധാന്യം. ജോസ് കെ മാണി ബില്ലിനെ അനുകൂലിച്ച് സംസാരിക്കുമോ, അല്ലെങ്കിൽ ബില്ലിലെ വ്യവസ്ഥകളെ അനുകൂലിച്ച് സംസാരിക്കുമോ, ചർച്ചയിൽ പങ്കെടുക്കുമോ, അല്ലെ ബില്ലിനെ എതിർക്കുമോ? ഇക്കാര്യത്തിൽ ഇന്ന് രാവിലെയും ജോസ് കെ മാണി തൻ്റെ മനസ്സ് തുറന്നിട്ടില്ല. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. പ്രതികരിക്കാൻ ഇപ്പോൾ തൽക്കാലം തയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ജോസ് കെ മാണിയുടെ നിർണായകമായ ലോക്സഭ നിലവിൽ ഡൽഹിയിലുണ്ട്. ജോസ് കെ മാണി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് ഹർഷൻ പ്രധാനപ്പെട്ട. റൈറ്റ്, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വഖഫ് ഭേദഗതി ബില്ല് ഈ മുന്നണികൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. മുന്നണി ബന്ധത്തിൽ തന്നെ അതാകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വെക്കാൻ കാരണമായിട്ടുണ്ട് എന്ന കാര്യവും സംശയമില്ലാത്തതാണ്. അതുകൂടിയാണ് ശരത്ലാൽ അവിടെ നിന്ന് നൽകിയ വിവരങ്ങളിൽ ഉൾപ്പെടുന്നത്.